DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസം 3000 രൂപ വീതം കേന്ദ്ര സർക്കാർ നമുക്ക് പെൻഷനായി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സ്കീമിനെ കുറിച്ചാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പെൻഷൻ തുക എല്ലാ മാസവും എത്തിച്ചേരും. ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്കും ഈ സഹായം ലഭിക്കും. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് തൊഴിലാളികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ അഥവാ PMSYM എന്ന പദ്ധതി. നിലവിൽ പൊതുമേഖലയിലോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്ത അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിലെടുക്കുന്ന ആളുകൾക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കും. എന്നാൽ ആദായനികുതി അടക്കുന്നവർക്ക് ഇതിന് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കില്ല. ലോട്ടറി വിൽപ്പനക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, കൃഷിപ്പണിക്കാർ, വിതരണ മേഖലയിലുള്ളവർ, ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ, ഡ്രൈവർമാർ തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിലുള്ളവർക്ക് മാസം 3000 രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് അധികം നിബന്ധനകളൊന്നുമില്ല. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വം എടുക്കാം. പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ സന്ദർശിക്കുക. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു അസംഘടിത മേഖലയിലെ തൊഴിലാളിക്കും പദ്ധതിയിൽ പങ്കാളിയാവാം. 20,000 രൂപ വരെയൊക്കെ പ്രതിമാസ വരുമാനം ലഭിക്കുന്നവർക്കാണ് പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുക. ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി എന്ന നിലയിൽ ഗുണഭോക്താവ് തന്റെ വിഹിതം എത്ര തുകയാണോ പദ്ധതിയിലേക്ക് അയക്കുന്നത് അത്രയും തുക തന്നെ കേന്ദ്ര സർക്കാരും ഓരോ മാസവും ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. ഒരാൾ 18-ാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ പ്രതിമാസം 55 രൂപ മാത്രം അടച്ചാൽ മതി. 40-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ പരമാവധി 200 രൂപയാണ് അടയ്ക്കേണ്ടത്. അത്തരത്തിൽ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് അടയ്ക്കുന്ന തുകയിൽ വ്യത്യാസമുണ്ടാകും. നിക്ഷേപ കാലാവധി പൂർത്തിയാക്കി ഗുണഭോക്താവിന് 60 വയസ്സ് തികയുമ്പോൾ മുതൽ ജീവിതകാലം മുഴുവൻ പ്രതിമാസം 3000 രൂപ പെൻഷൻ തുകയായി ലഭിക്കും. പദ്ധതിയിൽ ചേരുന്നതിന് ആധാർ കാർഡ്, ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയാണ് പ്രധാനമായും വേണ്ടത്. APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ ചേരാം. ഈ പദ്ധതിയിൽ ഫാമിലി പെൻഷൻ സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ജീവിത പങ്കാളിക്ക് പദ്ധതി തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കും. ഇനി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. 10 വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ അതിനും അവസരമുണ്ട്. നിങ്ങളടച്ച തുകയും തിരികെ ലഭിക്കും. ഇനി 10 വർഷത്തിന് ശേഷമാണ് പിൻവാങ്ങുന്നതെങ്കിൽ ഒരു ബാങ്ക് പലിശ നിരക്ക് കൂടി ഇതിന്റെ ഭാഗമായി ലഭിക്കും. പദ്ധതിയിൽ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. അപേക്ഷകർക്ക് തങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒരു മൊബൈൽ നമ്പറും മാത്രമാണ് ഇതിനായി ആവശ്യമായ രേഖകൾ. ആദ്യ മാസത്തെ വിഹിതം മാത്രം നേരിട്ടടച്ചാൽ മതിയാകും. തുടർന്നുള്ള മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും തുക സ്വയമേ ഈടാക്കുന്ന രീതിയാണ്, അതായത് ഓട്ടോ ഡെബിറ്റ് സംവിധാനമാണ്. മറ്റ് സർക്കാർ പെൻഷൻ പദ്ധതികളിൽ, അതായത് EPFO, ESIC, NPS തുടങ്ങിയ പെൻഷൻ സ്കീമുകളിൽ അംഗങ്ങളായവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ LICയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കോമൺ സർവീസ് സെന്ററുകളിൽ നിന്നോ LICയുടെ എല്ലാ ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്നോ ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.